കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പരിചയപ്പെടാം. എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഇൻ ബ്രേക്ക് ഇവൻ സെയിൽസ്. എ വേരിയബിൾ കോസ്റ്റ്, ബി ഫിക്സഡ് കോസ്റ്റ്, സി ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്, ഡി സെയിൽസ് പ്ലസ് പ്രോഫിറ്റ്. നമുക്കറിയാം, സെയിൽസ് നിശ്ചയിക്കുന്നത് ചിലവായ മുഴുവൻ തുകയുടെയും പ്രോഫിറ്റിന്റെയും അടിസ്ഥാനത്തിലാണ്. അതായത് സെയിൽസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. 8 രൂപ ചിലവാക്കി നമ്മൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നം പരമാവധി ലാഭം 2 രൂപ നിശ്ചയിച്ച് വിൽക്കുകയാണെങ്കിൽ സെയിൽസ് പ്രൈസ് 10 രൂപയാകും. അതിൽ ടോട്ടൽ കോസ്റ്റിൽ 2 തരത്തിലുള്ള കോസ്റ്റുകളുണ്ട്: ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ സെയിൽസ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഇതിനകത്താണ് കോൺട്രിബ്യൂഷൻ ഉള്ളത്. കോൺട്രിബ്യൂഷൻ എന്നാൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റിനോടൊപ്പം പ്രോഫിറ്റ് കൂട്ടുന്നതുമാണ്. സെയിൽസ് പ്രൈസ് 10 രൂപയായ ഒരു പ്രോഡക്റ്റിന് 5 രൂപ ഫിക്സഡ് കോസ്റ്റും 3 രൂപ വേരിയബിൾ കോസ്റ്റും ഉണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായ ലാഭം 2 രൂപയാണ്. അതിൽ നിന്നും കോൺട്രിബ്യൂഷൻ കണ്ടെത്താൻ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കാം, അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റിനോടൊപ്പം പ്രോഫിറ്റ് കൂട്ടാം. 2 സാഹചര്യത്തിലും കോൺട്രിബ്യൂഷൻ ഒന്ന് തന്നെ. ചോദ്യത്തിലേക്ക് നോക്കാം. ചോദ്യത്തിൽ പ്രോഫിറ്റ് ഉണ്ടായിട്ടില്ല, അതായത് ബ്രേക്ക് ഈവൻ സെയിൽസ് നടക്കുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാകില്ല. അപ്പോൾ നേരത്തെ ചെയ്ത കണക്കിൽ 2 രൂപ പ്രോഫിറ്റ് ഒഴിവാക്കിയാൽ സെയിൽസ് 8 രൂപയായി. ഇതിൽ നിന്ന് കോൺട്രിബ്യൂഷൻ കണ്ടെത്താൻ സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറച്ചു നോക്കാം, അല്ല എങ്കിൽ ഫിക്സഡ് കോസ്റ്റിനൊപ്പം പ്രോഫിറ്റ് കൂട്ടി നോക്കാം. 2 സാഹചര്യത്തിലും കിട്ടുന്ന ഉത്തരം ഫിക്സഡ് കോസ്റ്റിനോട് തുല്യം. അപ്പോൾ ബ്രേക്ക് ഈവൻ സെയിൽസ് ഉണ്ടാകുമ്പോൾ കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റ് തന്നെ.